സൂപ്പർ കപ്പ് 2025 സീസണിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് നാളെ വിസിൽ മുഴങ്ങുമ്പോൾ ഭുവനേശ്വറിലെ കലിംഗ മൈതാനത്ത് തീപാറും. നിലവിലെ ISL ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഡേവിഡ് കറ്റാലയുടെ കേരള ബ്ലാസ്റ്റേഴ്സും അംഗത്തിനിറങ്ങുമ്പോൾ സൂപ്പർ കപ്പിലെ ഏറ്റവും മികച്ച മത്സരത്തിനാണ് ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത്. അട്ടിമറികൾ തുടർക്കഥയാകുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങളിൽ മോഹൻ ബഗാന് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ എതിർ ടീമിന്റെ കോച്ച് പോലും തയ്യാറാകുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ISL സീസണിൽ മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചതെങ്കിൽ കൂടി ഏതു നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് കൊമ്പന്മാർ എന്നതാണ് ബഗാൻ കോച്ചിനെ കൊണ്ടുപോലും അത്തരമൊരു അഭിപ്രായം പറയിക്കുന്നത്. ആ അഭിപ്രായം ശരിയാണെങ്കിൽ പുതിയ കോച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ടീം ഇപ്പോഴത്തെ നിലയിൽ കുറച്ചുകൂടി ശക്തവും ഏറെ അപകടകാരികളുമാണ്. ടീമിന്റെ പ്രതിരോധ നിരയിലെ കെട്ടുറപ്പ് തന്നെയാവും നാളത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്നത്. ആദ്യ മത്സരത്തിൽ ടീം പ്രകടിപ്പിച്ച ഒത്തൊരുമയും പന്തടക്കവും എതിർ ടീമിനെ നിരന്തരം ആക്രമിക്കാനുള്ള വ്യഗ്രതയും കൊൽക്കത്ത ഫുട്ബോൾ ഭീമന്മാരെ അല്പം പിന്നോട്ടടിപ്പിക്കും. ആദ്യ മത്സരത്തിലെ അതേ ശൈലി തന്നെയായിരിക്കും ഡേവിഡ് കറ്റാല നാളത്തെ നിർണായക മത്സരത്തിലും ആവർത്തിക്കുക. സ്ട്രൈക്കർ ഹെസൂസ് ഹെമിനസ്, വിങ്ങുകളിൽ നോവ സദോയി, അഡ്രിയാൻ ലൂണ തുടങ്ങിയവരുടെ പ്രകടനവും നാളത്തെ മത്സരഫലത്തെ പ്രവചനാതീതമാക്കും. മോഹൻ ബഗാൻ തങ്ങളുടെ വിദേശ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾക്ക് വിശ്രമം നൽകി ഏതാണ്ട് രണ്ടാം നിര താരങ്ങളുമായാണ് സൂപ്പർ കപ്പ് മത്സരങ്ങളെ നേരിടുന്നതെങ്കിൽ പോലും സഹൽ അബ്ദുൾ സമദിനെ പോലെയുള്ള കളിക്കാർ പോലും ബ്ലാസ്റ്റേഴ്സിന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. കൊമ്പന്മാരെ സംബന്ധിച്ചിടത്തോളം നാളത്തേത് അതിജീവനത്തിന്റെ പോരാട്ടം തന്നെയായിരിക്കും. ഡേവിഡ് കറ്റാലയുടെ തന്ത്രങ്ങൾക്കൊപ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെയും പ്രാർത്ഥനകൾ കൂടി ടീമിനെ രക്ഷിക്കുമോ എന്നറിയാൻ നാളെ വൈകുന്നേരം 4:30 ആരംഭിക്കുന്ന മത്സരം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.